സഹോദരങ്ങളെ, ഇന്ത്യ ഒരു വലിയ രാജ്യമായിരുന്നുവല്ലോ. ഇപ്പോഴുള്ളതിനേക്കാൾ എത്രയോ വലിയ രാജ്യമായിരുന്നു. ശ്രീലങ്ക ഇന്ത്യയിൽപ്പെട്ടതായിരുന്നു. ബംഗ്ലാദേശ് ഇന്ത്യയിൽപ്പെട്ടതായിരുന്നു. പാകിസ്ഥാൻ ഇന്ത്യയിൽപ്പെട്ടതായിരുന്നു. അങ്ങനെ എത്രയോ വലിയ രാജ്യമായ ഇന്ത്യ, അവിടെയാണ് ആദ്യത്തെ മനുഷ്യനായ ആദം നബി അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത്. അള്ളാഹുവിൻ്റെ ഖളാ പ്രകാരം ലോകത്ത് തൗഹീദ് പ്രചരിപ്പിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും അല്ലാഹു തആല ആദ്യത്തെ മനുഷ്യനെ ഇന്ത്യ രാജ്യത്തേക്കാണ് അയച്ചത്. അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ്, ഇസ്ലാമിൻ്റെ വിശ്വാസം ആദ്യമായി ഇന്ത്യ രാജ്യത്ത് കേൾപ്പിച്ചത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആണ്. പക്ഷേ ആദം എല്ലാവരുടെയും പിതാവായതുകൊണ്ട് തന്നെ ഇന്ത്യ രാജ്യത്ത് വിവിധ ആശയക്കാരും വിവിധ വിശ്വാസമുള്ളവരും സംസ്കാരമുള്ളവരും ഉണ്ടായി എന്നതാണ് സത്യം. എന്നാൽ അന്നു മുതൽ ഇന്ന് വരെ മുസ്ലിംകൾ രാജ്യദ്രോഹമായി ഒന്നും ചെയ്തിട്ടില്ല, ഒരിക്കലും ചെയ്തിട്ടില്ല. മറിച്ച് ഇവിടെ ഇന്ത്യയെ വൈദേശികരുടെ പിടിയിൽ നിന്നും അടർത്തിയെടുക്കാനും സ്വാതന്ത്ര്യം നേടാനും ഇവിടെയുള്ള മുഴുവൻ ജനങ്ങളും ഒത്തുചേർന്ന് പ്രവർത്തിച്ചപ്പോൾ അതിൻ്റെ മുൻപന്തിയിൽ മുസ്ലിംകൾ ഉണ്ടായിരുന്നു. മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി തുടങ്ങി ആഗോളാടിസ്ഥാനത്തിൽ അറിയപ്പെട്ട നേതാക്കൾ, മലപ്പുറം ജില്ലയിലെ ആലി മുസ്ലിയാരും വാരിയംകുന്നത്ത് കുഞ്ഞമ്പത് ഹാജിയും തുടങ്ങിയ നിരവധി ആളുകൾ. നിങ്ങൾ പോയി നോക്കൂ, അന്തമാൻ നിക്കോബാർ ഇന്ത്യ രാജ്യത്തിൽപ്പെട്ട സ്ഥലമാണ്. 2 മണിക്കൂർ പ്ലെയിൻ യാത്ര ചെയ്യണം ചെന്നൈയിൽ നിന്ന്. അവിടെ ഒരു ജയിൽ കാണാം. ഇന്ത്യ രാജ്യത്തുള്ള ജയിലുകളിൽ വെച്ച് വലിയ ജയിലിൻ്റെ കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ്. ആ ജയിലിൽ ഇപ്പോൾ സന്ദർശകർ വരും, അനുവദിക്കും. അവിടെ നോക്കിയാൽ കാണാം, ആ ജയിലിൽ പിടിച്ച് അടക്കപ്പെട്ടത് 90% മുസ്ലിംകളായിരുന്നു. കേരളത്തിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയി ജയിലിലിടപ്പെട്ടത് മുസ്ലിംകളായിരുന്നു. ആ മുസ്ലിംകൾ എങ്ങനെയാണ് മരിച്ചതെന്ന് അവിടെ എഴുതി വച്ചിട്ടുണ്ട്. അടയാളം കാണാം. കൈ രണ്ടും ഭൂമിയിൽ കുത്തി നിർത്തി ഇരുമ്പിൻ്റെ വടികൾ ചൂടാക്കി പുറത്തും തലക്കും അടിക്കുകയായിരുന്നു ബ്രിട്ടീഷുകാർ. അത് അവിടെ എഴുതി വച്ചിട്ടുണ്ട്, ഇപ്പോഴുമുണ്ട്, നിങ്ങൾക്ക് പോയാൽ കാണാം. അങ്ങനെ ഈ രാജ്യത്തിൻ്റെ മോചനത്തിന് വേണ്ടി കൊല്ലപ്പെട്ടവരും അടികൊള്ളവരും ധാരാളമായി മുസ്ലിംകൾ ഉണ്ട്. മറ്റുള്ള മതസ്ഥരും ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. മുസ്ലിംകൾ അവരുടെ ഭാഗധേയത്വം വളരെയധികം അതിലുണ്ട്. അങ്ങനെ നേടിയെടുത്ത
ഇന്ത്യ രാജ്യത്ത് ഇപ്പോൾ മുസ്ലിമിന് എന്ത് സംഭവിച്ചു? മുസ്ലിംകൾ എന്ത് ചെയ്തു? എന്താണ് ഈ രാജ്യത്തോട് മുസ്ലിംകൾ അക്രമമായി ചെയ്തിട്ടുള്ളത്? ഒറ്റ ഒന്ന് പറഞ്ഞു തരാൻ ഞാൻ വെല്ലുവിളിക്കുന്നു. ഒരിക്കലും സാധ്യമല്ല. ബഹുമാനപ്പെട്ട തങ്ങളവർകൾ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ഏതെങ്കിലും വ്യക്തിപരമായ മുസ്ലിം വല്ല തെറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മുസ്ലിംകൾക്കൊന്നായി ബാധകമല്ല, അത് ഇസ്ലാമിന് ബാധകമല്ല, ഈ രാജ്യത്തിന് ബാധകമല്ല. അത് എല്ലാ ജാതിയിലും മതത്തിലും മതമില്ലാത്തവരിലും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ മറ്റെല്ലാ ആളുകൾക്കും ഉള്ളതുപോലെ മുസ്ലിംകൾക്കും ഇവിടെ അവകാശമുണ്ട്. ടിപ്പു സുൽത്താൻ ചക്രവർത്തിയായിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മന്ത്രിമാർ അന്യമതസ്ഥരുണ്ടായിരുന്നു. 700 കൊല്ലം ഇന്ത്യ രാജ്യം ഭരിച്ചത് മുസ്ലിംകളായിരുന്നു. അന്ന് ഹൈന്ദവരെ തുടച്ചു നീക്കാൻ അവരുദ്ദേശിച്ചിരുന്നുവെങ്കിൽ സാധിക്കുകയും ചെയ്യും. പക്ഷേ ആ 700 കൊല്ലവും ഇന്ത്യ രാജ്യം ഭരിച്ച രാജാക്കന്മാർ അത് ചിന്തിച്ചില്ല. അവരുടെ സെക്രട്ടറിമാരായും മന്ത്രിമാരായുമെല്ലാം എല്ലാ മതസ്ഥരെയും നിശ്ചയിച്ചു. അങ്ങനെ കേരളത്തിന് ഉണ്ടായിരുന്ന ഔലിയാക്കൾ അവരും അങ്ങനെയാണ്. ഖുതുബുസ്സമാൻ അസ്സയ്യിദ് അലവി അൽ മമ്പുറമി റളിയല്ലാഹു അൻഹു, മമ്പുറത്തങ്ങൾ എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? ആ മമ്പുറത്തങ്ങളുടെ കൂടെ എപ്പോഴും നടക്കുന്ന കോന്തു നായർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ വിളിപ്പിക്കുകയും കാര്യങ്ങൾ അന്വേഷിക്കുകയും നാട്ടിൽ എന്തൊക്കെയാണ് ജനങ്ങൾക്ക് വേണ്ടത് എന്ന് നിങ്ങൾ അറിയണം. മുസ്ലിം സമുദായമല്ലാത്തവർക്ക് ഇവിടെ എന്ത് ചെയ്തു കൊടുക്കണമെന്ന് നായരെ നിങ്ങൾ പോയി മനസ്സിലാക്കണം എന്ന് പറയാറുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ കഴിഞ്ഞുപോയ എല്ലാ ജനങ്ങളും നേതാക്കളും ഹൈന്ദവരോട് മറ്റ് മതസ്ഥരോട് സൗഹാർദ്ദം കാണിച്ചുകൊണ്ട് തന്നെയാണ് ജീവിച്ചു വന്നത്. പരിശുദ്ധ ഖുർആൻ അതാ വിളിച്ചു പറയുന്നു, വൈനിസ്തജാറക അഹദും മിനൽ മുശ്രികീന ഫഅജിർഹു. നിങ്ങളോട് മുസ്ലിംകളെ, നിങ്ങൾ മാത്രം തിങ്ങിത്താമസിക്കുന്ന ഒരു സ്ഥലത്തേക്ക്, അവിടെ മറ്റൊരു മതസ്ഥനുമില്ല, അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് ഒരു മുശ്രിക്ക് കടന്നു വരാൻ ആവശ്യപ്പെട്ടാൽ ഫഅജിർഹു, അവന് അഭയം കൊടുക്കണം. അവൻ കടന്നു വരട്ടെ, അവന് അഭയം കൊടുക്കണം എന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അവനെ ആട്ടിയോടിക്കണം എന്നല്ല, അവരെ തച്ചുകൊല്ലണമെന്നല്ല. ഫഅജിർഹു, മുശ്രിക്കീങ്ങളിൽ ബഹുദൈവ വിശ്വാസികളിൽ ഏതെങ്കിലും ഒരാൾ നിങ്ങളോട് അഭയം ചോദിച്ചാൽ ഫഅജിർഹു, അവർക്ക് അഭയം കൊടുക്കണം. ഇതാണ് ഇസ്ലാം. ഇതാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന പഠനം. അതേ നിലയിൽ തന്നെ നാളിതുവരെ എല്ലാ മുസ്ലിംകളും ഇന്ത്യ രാജ്യത്ത് ജീവിച്ചു വന്നിട്ടുണ്ട്. പണ്ഡിതന്മാർ അതാണ് മുസ്ലിംകളെ പഠിപ്പിക്കുന്നത്. ആശയവ്യത്യാസമുള്ളവരും അല്ലാത്തവരുമെല്ലാം ഇത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. പിന്നെ എന്തിന് ഈ മുസ്ലിമിനെ പുറത്താക്കണം? അതാണ് നമ്മുടെ ചോദ്യം.